ഗുരുദേവ കഥകൾ വായിച്ച നിങ്ങൾക്ക് ആ കഥകളിലെ ഏതാനും ചില കാര്യങ്ങളെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം ജനനം മുതൽ മഹാസമാധി വരെ 5 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ 33 ചിത്രങ്ങളായി ചോറ്റാനിക്കരയിലെ സുധർമ്മ ഗിരിജൻ വരച്ചു കാണിച്ചിരിക്കുന്നു. സ്വാമിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം കടക്കാവൂർ മീരാം കടവിനടുത്ത്, പിന്നീട് 5 തെങ്ങിലും സ്വദേശത്ത് തന്നെയും കുടിപ്പള്ളിക്കൂടത്തിന്റെ രീതിയിൽ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ചിരുന്നു. ഈ അവസരത്തിലായിരുന്നു നാണു ആശാനായത്. 5 തെങ്ങിൽ കുട്ടികളെ പഠിപ്പിച്ചു പോന്നിരുന്ന കാലത്ത് ഇപ്പോഴത്തെ ജ്ഞാനേശ്വരം ക്ഷേത്രത്തിന്റെ കിഴക്ക് വശമുള്ള പഴയ ക്ഷേത്രമണ്ഡപത്തിലായിരുന്നു രാത്രി ധ്യാനവും ഉറക്കവും. അന്ന് ഒരു സുബ്രഹ്മണ്യോപാസകനും സദാചാരനിഷ്ഠയുമുള്ള ഒരു ഭക്തനുമായിട്ടായിരുന്നു നാണു ആശാനെ ജനങ്ങൾ അറിഞ്ഞിരുന്നത്. അവിടെ വെച്ച് ചിലരെ ഭഗവത്ഗീതയും മറ്റും പഠിപ്പിച്ചു പോന്നിരുന്നു. ആ കാലത്തുണ്ടാക്കിയ കവിതകൾ വായിച്ചാൽ അന്ന് ആത്മാവ്, ഈശ്വരൻ, മായ തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി സ്വാമികൾ ഗാഠമായി ആലോചിച്ചു കൊണ്ടിരുന്നുവെന്ന് ഊഹിക്കാവുന്നതാണ്. പ്രപഞ്ചതത്വത്തെപ്പറ്റി ഒരു ഗദ്യപ്രബന്ധവും അന്ന് അപ്പിവൈദ്യർ എന്നൊരാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നുവെന്നും അത് അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നുവെന്നും അറിയുന്നു. തൈക്കാട്ടയ്യാവ് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ബരായ പണിക്കർ എന്ന പേരുള്ള അയ്യാവു ചെങ്കൽപ്പേട്ട ജില്ലക്കാരനാണ്. അദ്ദേഹം സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് വന്നത്. ശിവപുരാണം തമിഴ് ഗ്രന്ഥം വായിച്ച് വ്യാഖ്യാനിക്കുന്നതിൽ സുബ്ബരായ പണിക്കർക്കുള്ള അസാധാരണ നിപുണത സ്വാതി തിരുനാളിനെ വളരെ ആകർഷിച്ചു. ദേവീഭക്തനും ശിവഭക്തനുമായിരുന്ന അയ്യാവു ക്രമേണ സുബ്രഹ്മണ്യോപാസകനായി. അയ്യാവിന്റെ യോഗാസന മുറകൾക്ക് വളരെ പ്രസിദ്ധി വന്നു. ആ വഴിക്കാണ് കുഞ്ഞൻപിള്ള ചട്ടമ്പി ഷൺമുഖദാസൻ എന്ന പേരെടുത്തത്. നമ്മുടെ നാണുവിന് ഷൺമുഖ ഭക്തൻ എന്നും നാമമായി. അയ്യാവ് വളരെ വെളുപ്പിനെ കുളി കഴിഞ്ഞ് പൂജാതി കർമ്മങ്ങൾ നടത്തും. ആ സമയം ശിഷ്യരും സന്നദ്ധരായിരിക്കും. പൂജ കഴിഞ്ഞ് യോഗാസന മുറകൾ അഭ്യസിക്കും. യോഗാഭ്യാസ മാർഗങ്ങളിൽ നിന്നും ഷൺമുഖ ഭക്തനെ, അതായത് ഗുരുവിനെ ക്രമേണ മോചിപ്പിക്കുകയും ഇതരങ്ങളായ ജ്ഞാനമാർഗങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു. നാണു ശിഷ്യന് തപസ് അനുഷ്ഠിക്കാനുള്ള ആഗ്രഹവും കഴിവുമുണ്ടെന്ന് മനസ്സിലാക്കി തപസ്സിലേക്ക് പ്രേരിപ്പിക്കുകയും തപസ്സിന് മരുത്വാമലയിലുള്ള സൗകര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു. മരുത്വാമലയിൽ ഏറ്റവും അഗ്രത്തിലുള്ള പിള്ളത്തടം എന്ന ഗുഹയിലായിരുന്നു സ്വാമികൾ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഗുഹ വിശാലമായതും ആളുകൾ ചെന്നു നോക്കിയാൽ കാണാതെ മറഞ്ഞിരിക്കുവാൻ തരമുള്ളതും പരിസര ശുദ്ധിയും വാസസുഖമുള്ളതും ആകുന്നു. സമുദ്രത്തിന് അഭിമുഖമായ ദ്വാരത്തോടു കൂടിയായതിനാൽ ശുദ്ധവായു സേവിക്കാൻ വളരെ സൗകര്യമുള്ളതുമാകുന്നു. സ്വാമികൾ ഈ ഗുഹയിലിരിക്കുന്ന കാലത്ത് ഒരു ദിവസം അർദ്ധരാത്രി സമയം നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ അവിടത്തേക്ക് സഹിക്കാൻ വയ്യാത്ത വിശപ്പുണ്ടായി. അടുത്തൊന്നും ആഹാരം കിട്ടുകയില്ല. വെള്ളത്തിന് കുറെ ദൂരം പോണം. സ്വാമികൾ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ഒരു പാറയുടെ മുകളിൽ ഇരിപ്പായി. കുറെ സമയം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ഒരു കുഷ്ഠരോഗി ഒരു പനയോലയിൽ അരി വറുത്ത് പൊടിച്ചതും കുറെ വെള്ളവും കൊണ്ട് സ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. വിശക്കുന്നോ? വരൂ ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് അരിപ്പൊടിയും വെള്ളവും അടുക്കൽ കൊണ്ടുചെന്ന് വെച്ചു. 2 പേരും ഒന്നിച്ച് അതിൽ നിന്ന് വാരി ഭക്ഷിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രോഗിയെ എങ്ങും കണ്ടില്ല. കാണാതാകുന്നതുവരെ അയാളെപ്പറ്റി സ്വാമികൾ വിശേഷവിധിയായൊന്നും വിചാരിച്ചിരുന്നില്ലെങ്കിലും കാണാതായപ്പോൾ ആശ്ചര്യം തോന്നി. ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നോക്കി. എങ്ങും കണ്ടില്ല. എന്നല്ല, അയാളെ പിന്നെ ഒരിക്കലും സ്വാമി കണ്ടിട്ടില്ലത്രേ. കുഷ്ഠരോഗിയെപ്പറ്റി ചിന്തിക്കും തോറും സ്വാമിക്ക് അത്ഭുതം വർദ്ധിച്ചു തുടങ്ങി. രോഗിയാവട്ടെ കൈകാലുകളുടെ വിരലുകളെല്ലാം അലിഞ്ഞുപോയി. നടക്കുവാൻ പോലും ശക്തിയില്ലാതെ വളരെ അവശനായ ഒരാൾ. എന്നല്ല, വൃദ്ധൻ
നല്ല ബലവാന്മാർക്ക് പോലും പകൽ സമയത്ത് കൂടി കയറി ചെല്ലാൻ സാധിക്കാത്ത ആ സ്ഥലത്ത് അയാൾ രാത്രികാലം എങ്ങനെ കയറി ചെന്നു? പിന്നീട് അവിടെ എങ്ങനെ പോയി മറിഞ്ഞു? അങ്ങനെയുള്ള ഒരു രോഗിയോടൊന്നിച്ച് വെറുപ്പില്ലാതെ എങ്ങനെ ഭക്ഷണം കഴിച്ചു? അയാൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ ഇതൊന്നും സ്വാമികൾ ഓർത്തിരുന്നില്ല. അവർ തമ്മിൽ അധികമൊന്നും സംസാരിച്ചതുമില്ല. സാക്ഷാൽ ശ്രീ പരമശിവൻ തന്നെയാവാം കുഷ്ഠരോഗിയുടെ രൂപത്തിൽ അന്ന് അവിടെ എത്തിയിരുന്നതെന്ന് സ്വാമി ശിഷ്യന്മാരോട് പറയുകയുണ്ടായി.